ബാബേൽ പ്രവാസത്തിൽ ജന്മനാടും തങ്ങൾ ആരാധിച്ചിരുന്ന ദൈവാലയവും നഷ്ടപ്പെട്ട് അന്യനാട്ടിൽ അടിമകളായി കഴിഞ്ഞ ദൈവജനത്തെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അടിമകളായി മറ്റൊരിടത്ത് പാർക്കുന്ന ഈ ജനം അതീവ ഭയത്തിലും നിരാശയിലും ആയിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഈ 41-ാം അധ്യായത്തിന്റെ പ്രമേയം എന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നതാണ്. ദൈവം പറയുകയാണ്, നിന്റെ ഭയപ്പാടുകളിൽ, നിന്റെ പരിഭ്രമങ്ങളിൽ നീ ബലഹീനനായി മാറുമ്പോൾ, നിന്റെ ജീവിതത്തിൽ സഹായം ആവശ്യമായി വരുമ്പോൾ, നീ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചോളാം, എൻ്റെ വലങ്കൈയിൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം എന്ന്. എത്ര സുന്ദരമായ പ്രത്യാശ നിർഭരമായ വാചകങ്ങളാണ് ഇതെന്ന് ഓർക്കുക. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ, ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഇതിൽ പരം എന്ത് നന്മയാണ് വേണ്ടത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാരമില്ല, ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തിക്കൊള്ളാമെന്ന് പറയുന്ന ദൈവസാമീപ്യം, ദൈവശബ്ദം ഏറെ പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. എങ്ങനെയാണോ ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കരം പിടിച്ച് നടത്തുന്നത്, അതുപോലെ വലം കരം പിടിച്ച് നടത്തുന്നവനാണ് നമ്മുടെ ദൈവം എന്നോർക്കുക. വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ ദൈവത്തിൻ്റെ ഈ പ്രത്യേകതയെ നമുക്ക് കാണുവാൻ കഴിയും. സിംഹക്കുടിയിലാകട്ടെ, തീച്ചൂളയുടെ അനുഭവത്തിലാകട്ടെ, ശത്രുവിൻ്റെ മുൻപിലാകട്ടെ, ഫെലിസ്ത്യ സൈന്യത്തിൻ്റെ നടുവിലാകട്ടെ, ഗോലിയാത്തിൻ്റെ മുൻപിലാകട്ടെ, കാരാഗൃഹത്തിൻ്റെ അനുഭവങ്ങളിലാകട്ടെ, പീഡനങ്ങളുടെ അവസ്ഥയിലാകട്ടെ, ഏതവസ്ഥയിലും ദൈവം തൻ്റെ ജനത്തെ കരം പിടിച്ച് പരിപാലിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പലവിധമായ സങ്കടങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, തകർന്നു പോയി എന്ന് ചിന്തിക്കുന്ന ജീവിത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ വലത് കൈപിടിച്ച് നടത്തുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയുക.